അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സംബന്ധിച്ച ആരോഗ്യവകുപ്പ് അപകട സാധ്യത അറിയിക്കുന്നതിൽ 2 ഗൈനക്കോളജിസ്റ്റുകളും പരാജയപ്പെട്ടു. മാതാവിന് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർ CB പുഷ്പകുമാരി, ഡോക്ടർ KA ഷേർലി എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശയുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് കുഞ്ഞിന്റെ അച്ഛൻ അനീഷ് പ്രതികരിച്ചു. അന്വേഷണത്തിൽ തൃപ്തികരമാണ്, പക്ഷേ അതിന്റെ ശിക്ഷാ നടപടി കൂടെ കറക്റ്റായിട്ട് വരണം. ലാബ് ലൈസൻസ് പൂർണ്ണമായിട്ട് റദ്ദാക്കുക, ഡോക്ടർമാർക്ക് അതിന്റെ സസ്പെൻഷൻ, അതായത് എന്റെ കുഞ്ഞിന്റെ കേസ് തീരുന്നത് വരെ സസ്പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോയ അതേ കണ്ടീഷനിൽ തന്നെയാണ് കുഞ്ഞിന്റെ അവസ്ഥ. കുഞ്ഞിന് ശ്വാസം വിടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, വെന്റിലേറ്റർ മാറ്റി NIV എന്ന് പറയുന്ന ഒരു വെന്റിലേറ്റർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നിലവിൽ കുഞ്ഞ് ഇവിടം വരെ എത്തുമെന്നുള്ളതിന് യാതൊരുവിധ പ്രതീക്ഷയില്ലായിരുന്നു. ദൈവം സഹായിച്ച് ഇവിടം വരെ എത്തി. ശരണ്യ സ്നേഹജൻ തന്നെ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശരണ്യ, ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ശരണ്യ നൽകിയിരുന്നു. കൃത്യമായി ഈ പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടും നമ്മുടെ വാർത്തകൾ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ? നടപടി ഉണ്ടാകുമോ? ഈ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നൊക്കെ നേരത്തെ ചില വിശദീകരണങ്ങളൊക്കെ വന്നിരുന്നല്ലോ. രഞ്ജിത്ത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ നിലവിൽ ഇത്തരത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട് 4ഓളം പരാതികൾ ആലപ്പുഴ സൗത്ത് പോലീസിന് കീഴിലുണ്ടായിരുന്നു. സൗത്ത് പോലീസ് ഇങ്ങനെ ഒരു കേസ് എടുക്കുമ്പോൾ പോലും ഇതിനകത്ത് ഈ മെഡിക്കൽ ബോർഡ് കൂടി അവർ കൊടുക്കുന്ന ഒരു റെഫറൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഒരു പ്രാഥമികമായ ഒരു കേസ് എടുത്ത് നിർത്തിയതിനപ്പുറത്തേക്ക് ഈ കുടുംബങ്ങൾക്കൊന്നും, പരാതി കൊടുത്തിട്ടുള്ള കുടുംബങ്ങൾക്കൊന്നും ഒരു നീതിയും കിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂസ് 18 നിരവധി കുടുംബങ്ങളെ ഈ WNC ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികൾക്ക് കൈ തളർന്നുപോയ കേസുകൾ ഉൾപ്പെടെയുള്ള കുട്ടികളെ നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നതാണ്. നവംബർ, ഇപ്പോൾ നമ്മൾ ഈ പരിശോധിക്കുന്ന അനീഷിന്റെ കേസാണെങ്കിലും, അനീഷിന്റെയും സുറുമിയുടെയും കുഞ്ഞ്, അനീഷ് ഒരു ടാക്സി ഡ്രൈവറാണ്. അനീഷിനും സുറുമിക്കും കുട്ടി ജനിക്കുന്നത് നവംബർ 24-ലാണ്. നവംബർ 24 മുതൽ ജോലി പോലും ഇല്ലാതെ, ജോലിക്ക് പോകാൻ കഴിയാതെ, നിവർത്തിയില്ലാതെ 2 ചെറിയ പെൺകുഞ്ഞുങ്ങളെ ആലപ്പുഴയിലെ ബന്ധുക്കളെ ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ 50 ദിവസത്തോളമായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഈ കുടുംബം ആശുപത്രി വരാന്തയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോഴും ആ കുട്ടിക്ക് സിവിയറായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ ഗതികെട്ടിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കാരണം ആലപ്പുഴയാണെങ്കിൽ അവർക്ക് വീട്ടിൽ പോകാൻ 2 കുഞ്ഞുങ്ങളെ, മറ്റ് ഇളയ 2 പെൺകുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ടാണ്, മൂത്ത കുട്ടികളെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഈ അച്ഛനും അമ്മയും അവിടെ പോയി നിൽക്കുന്നത്. ഇതിനകത്ത് ഈ കുടുംബം 50 ദിവസമായി ആശുപത്രി നിരങ്ങുമ്പോഴും ഈ ആരോഗ്യ വകുപ്പ് തുടക്ക സമയത്ത് തന്നെ വന്ന് പരിശോധിച്ച ഈ ഡോക്ടർമാരിൽ നടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടും അതിന്റെ റിപ്പോർട്ട് പുറത്തേക്ക് വിടാൻ തയ്യാറാകുന്നില്ലായിരുന്നു. അനീഷ് പലതവണ DMO ഓഫീസിലും അവിടെ ഇവിടെയും ഒക്കെ കയറി ഇറങ്ങിയിട്ടും അതിനകത്ത് ഒരു നടപടിയും ഉണ്ടാകാത്തൊരവസ്ഥയായിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോഴാണ് ഈ ഡോക്ടർമാർക്ക് നടപടിയുണ്ട് എന്നുള്ള അറിയിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് തപാൽ മാർഗം ഇത്രയും നാളുകൾക്ക് ശേഷം ആ കുടുംബത്തിന് ലഭിക്കുന്നതെന്നുള്ള, അതിനുള്ളിൽ തന്നെ അവർ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. സുറുമി പ്രസവ ശേഷം അതിന്റെ പിറ്റേ ദിവസം മുതൽ ആശുപത്രിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ അത്ര ഗതികെട്ട സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഡോക്ടർ പുഷ്പയ്ക്കും ഡോക്ടർ ഷേർലിക്കും, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രാഥമിക ഘട്ടത്തിലെ തുടക്കത്തിലെ പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ ഉണ്ടായിരുന്ന 2 ഡോക്ടർമാരാണ് ഡോക്ടർ പുഷ്പയും ഡോക്ടർ ഷേർലിയും. ആദ്യത്തെ 3 മാസം ഡോക്ടർ പുഷ്പ നോക്കി, പിന്നീട് ഡോക്ടർ ഷേർലി നോക്കി. ഇവർ 2 പേരുടെയും പരിശോധനയിൽ ഈ കുട്ടിക്ക് ഇത്രയും ഗുരുതരമായ പ്രകടമായ വൈകല്യങ്ങൾ ഉണ്ടായിട്ടും അത് കണ്ടെത്താനായി ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇവർ റെഫർ ചെയ്ത സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളിലെല്ലാം തന്നെ അവർ പോയി അവിടെ ട്രീറ്റ്മെന്റ് സ്കാനിങ് എടുത്തു. ആ സ്കാനിങ്ങിൽ പോലും കാലിനുൾപ്പെടെ പ്രശ്നം ഉണ്ടായിരുന്ന ആ കുഞ്ഞിന്റെ മുഖത്ത്, അതായത് കുട്ടിയുടെ മുഖം പോലും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. വായുടെ ഭാഗമില്ലാതെ തുറന്ന് കൂടി യോജിച്ചിരിക്കുകയാണ്. ഒപ്പം കണ്ണുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള കുട്ടിയെ സ്കാനിങ്ങിൽ ഒരിക്കൽ പോലും പുറമേയുള്ള വൈകല്യം പോലും കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ പ്രാഥമികമായി അന്ന് ആ ശങ്കേഴ്സ്, മിഡാസ് എന്നീ ലാബുകളായിരുന്നു. അവർക്കെതിരെ
ഈ അവരുടെ ലാബുകൾക്ക് നിയമ നടപടി എടുത്തെന്ന് പറഞ്ഞെങ്കിലും അതൊക്കെ ഒരു പ്രഹസനം മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ വലിയ ആളുകളാണ് വലിയ ലാബുകളാണ് ഇത് രണ്ടും. പിന്നീട് അതൊക്കെ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോ ഈ ഡോക്ടർ പുഷ്പയ്ക്കും ഡോക്ടർ ഷേർലിക്കുമെതിരെ അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും ഒപ്പം ഇവർക്ക് നൽകേണ്ട ഇവരെ ഇത്തരത്തിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുമുള്ള കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടാണ് ഇത്രയും മാസങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു റിപ്പോർട്ടെങ്കിലും ആ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം ഇനി ആ നടപടിയിലേക്ക് ആരോഗ്യ വകുപ്പ് കടക്കും എന്നുള്ളതും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ലാബുകൾക്കെതിരെ ഇവർ അന്ന് തന്നെ ആരോഗ്യമന്ത്രി പത്രക്കുറിപ്പ് ഇറക്കുകയും ലാബുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുമെന്നൊക്കെ പറയുകയും ചെയ്തിട്ട് പിന്നീട് ആ ലാബുകളൊക്കെ തുറന്നു പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം ആ ലാബിലേക്ക് പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ CCTV ദൃശ്യങ്ങൾ ലാബിലില്ല. അതായത് ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാബാണ്, അവിടെ CCTV ദൃശ്യങ്ങളില്ല. പിന്നെ ഒപ്പിട്ട് ഏത് ഡോക്ടർമാരാണ് വന്ന് ആ സ്കാനിങ് സമയത്ത് ഒപ്പിട്ടെന്നുള്ള അവരുടെ രജിസ്റ്റർ പോലും സൂക്ഷിക്കാത്ത ഒരിടമായിരുന്നു അത്. അടച്ചുപൂട്ടേണ്ട സ്കാനിങ് സെന്ററുകൾ ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലാണ് അല്പമെങ്കിലും ആശ്വാസമായി ഈ ഡോക്ടർമാർ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഇനി ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കാത്തിരുന്ന് കാണണം എന്താണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്ന നടപടി എന്നുള്ളത്. ഏതായാലും ആ മാതാപിതാക്കൾ വലിയ ദുരിതത്തിലാണ്. അവർ 19 ദിവസമായി ഈ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രികൾ കയറി ഇറങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട്. വല്ലാത്ത ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയുമാണ്. ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക്